മാനസമൈനാ എന്റെ കുഞ്ഞല്ലേ ഹരിയേട്ട, ഞാൻ പ്രസവിച്ചതല്ലേ, ഞാനതിന്റെ അമ്മയല്ലേ. ഒരിക്കലെങ്കിലും അതിന്റെ മുഖം ഒന്ന് കാണണ്ടേ എനിക്ക്. പറ അമ്മണിയമ്മേ, എന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറ. സാറേ, എനിക്കിത് കണ്ടിരിക്കാൻ വയ്യ. ആരാ ഹരിയേട്ട എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? എന്തിനാ? ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ഹരിയേട്ട ചെയ്തത്? പറ ഹരിയേട്ട. എന്താ ഒന്നും മിണ്ടാത്തെ? ആരാന്നെങ്കിലും പറ, ആരാ അത് ചെയ്തത്? ആരാണെങ്കിലും കാല് പിടിക്കാൻ ഞാൻ. ഇല്ലെങ്കിൽ അയാളോട് പറ എന്നെ ഒന്ന് കൊന്നു തരാൻ. എനിക്കിനി ജീവിക്കണ്ട, എന്നെ ഒന്ന് കൊന്നു താ ഹരിയേട്ട. വലിയ ആളല്ലേ എന്റെ ഹരിയേട്ടൻ, വലിയ പോലീസല്ലേ, ആരെ അനുസരിപ്പിക്കുന്ന പോലീസ്. എന്നിട്ടും എന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയില്ലേ നിങ്ങൾക്ക്? പറ, കഴിയില്ലേ നിങ്ങൾക്ക്? കൊണ്ടുതാ എന്റെ കുഞ്ഞിനെ, കൊണ്ടുതരാൻ. നിങ്ങൾക്കറിയാം അതെവിടെയാണെന്ന്. നിങ്ങൾ പറയാത്തതാ. പറയേ, പറയാൻ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആരാ എന്നെ ചതിച്ചത്? ആരാ എന്നെ ചതിച്ചതെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു താ. എനിക്ക് എന്റെ കുഞ്ഞിനെ താ ഹരിയേട്ട. അതിന്റെ മുഖം ഒന്ന് കാണാനാ. എനിക്കതിന് വേണം ഹരിയേട്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഹരിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. ഹരിയേട്ടൻ കൊണ്ട് തരും നിനക്ക് നിന്റെ കുഞ്ഞിനെ. ഈ ഭൂമിയിൽ എവിടെയായാലും ഹരിയേട്ടൻ കൊണ്ട് തരും നിനക്ക് നിന്റെ കുഞ്ഞിനെ. കരയല്ലേ, എല്ലാം ശരിയാകും. മോള് സമാധാനിക്കേ. ചാവാൻ ഇറങ്ങിക്കോളാ, മാറണ വഴിയെന്ന്. അതെ, ചാവാൻ തന്നെ ഇറങ്ങിയതാടാ. എന്താ നീ കൊല്ലുന്നെ? ആ കൊല്ല്. വാ, ഇവനൊക്കെ ഫുള്ള് വെള്ളത്തില റാസ്കൽ. Come on, man. Come on. എന്നെ കൊന്നിട്ട് പോടാ. വാ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും. എന്നെ ഒക്കെ കൊല്ലും. Rascals.
ഒന്നെടുത്ത്. സിദ്ധു, സിദ്ധു, എന്തായി കാണിക്കുന്നേ? ചാവാൻ ഇറങ്ങിയതാ അല്ലെ കൊല്ലാൻ ഇറങ്ങിയതാ? റെഡിയാണോ? വാ സിദ്ധു, വാ. എവിടേക്ക്? വീട്ടിലേക്ക്. വീടാ? എന്ത് വീട്? ഇല്ല, എനിക്ക് ആരുമില്ല. സിദ്ധു, വെറുതെ ഷോ കാണിക്കല്ലേ. വാ വാ, കേറ്. ആ ഹരിയേട്ടനോ? നീ വന്നേ. വരാ വരാൻ. വരാ വാ. വരാന്ന്. വന്നാ അതെന്റെ കുഞ്ഞിനെ തരുമോ? നീ വാ. വരാൻ. ഗൗരി, വന്നേ. അയ്യോ, ഇതെന്താ പറ്റിയേ? സിദ്ധു, സിദ്ധു. അവിടൊന്നുമില്ല, കുറച്ച് കുടിച്ചിട്ടുണ്ട്. നീ ഒന്ന് പിടിച്ചേ. എന്നാലും പിടിക്കണ്ട. എന്താ ഹരി ഇങ്ങനെ? ഇവിടെ നിന്ന് ഞാൻ കഥ പറയണോ? നന്നായിട്ടുണ്ട്, രസമുണ്ട് കാണാൻ. ഈ അവസ്ഥ വരെ നിങ്ങൾ എത്തിച്ചു അല്ലേ ഹരേട്ടാ? ഇങ്ങനെ നിർത്തി നാട്ടുകാരെ കാണിച്ച് രസിപ്പിച്ച് മതിയായെങ്കിൽ കൊണ്ടുപോയിക്കൂടെ നിങ്ങൾക്ക്? മാനസ, കെയർ ചെയ്യണം. സ്മോൾ ബേബീസിനെ കെയർ ചെയ്യണം. അല്ലെങ്കിൽ നീ വാ. അല്ലെങ്കിൽ വാ. അല്ലെങ്കിൽ ചിലപ്പോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് എനിക്ക് വേണം. അതിനെനിക്ക് തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ സിദ്ധു ഇത്? കുഞ്ഞ് എനിക്ക് വേണം. അതിനെനിക്ക് തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ സിദ്ധു ഇത്? നിങ്ങൾക്കറിയാം എന്റെ കുഞ്ഞെവിടാന്ന്. എന്തിനാ എന്റെ കുഞ്ഞിനെടുത്ത് വായിച്ചേ? സിദ്ധു, എന്ത് എന്റെ കുഞ്ഞിനെടുത്ത് വായിച്ചെന്ന്? സിദ്ധു, സിദ്ധു പ്ലീസ്, നീ അവിടെ ഇരിക്കേ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന്. എന്റെ കുഞ്ഞിനെത്താ, എന്റെ കുഞ്ഞിനെത്താ. കുഞ്ഞെത്താ. കുഞ്ഞെത്താ എനിക്ക്.
കുഞ്ഞാത്താ, എനിക്കെന്റെ കുഞ്ഞിനെ വേണോ? എനിക്ക് കുഞ്ഞിനെ വേണ്ട, കുഞ്ഞിനെ വേണ്ട. ഇതാണ് കുഞ്ഞ്. എന്നെ പിടിക്കണ്ട. ഡോണ്ട് ടച്ച് മീ പ്ലീസ്. എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? കൂടെ കൊണ്ടു നടന്ന സിദ്ധുവിനെ ഈ കോലത്തിലാക്കിയപ്പോ തൃപ്തിയായല്ലോ? സിദ്ധു മിണ്ടരുത്. ഇങ്ങനൊരു കോമാളി വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് കുടിപ്പിച്ച് കിടത്തിയ നിങ്ങളൊരു മഹാനാണെന്ന് തെറ്റിദ്ധരിക്കില്ല ഞാൻ. കാമുകി പ്രസവിച്ചതിന്റെ ആഘോഷമാണല്ലേ? ഇത്ര നാണം കെട്ട ആഘോഷങ്ങൾക്ക് കൂടെ കൂടി നശിപ്പിക്കില്ല എന്റെ സിദ്ധുവിനെ. ഈശ്വരനെ ഓർത്ത് എന്റെ ജീവിതം വെച്ചുള്ള നിങ്ങളുടെ കളിയൊന്ന് നിർത്ത്. അപേക്ഷിക്കുക ഞാൻ. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയെ എന്റെ സിദ്ധുവിനെ നടത്തല്ലേ പ്ലീസ്. മിണ്ടരുത് നിങ്ങൾ എന്നോട്. നീ എന്താ പറഞ്ഞേ? നിനക്ക് എന്താ അറിയാ? എന്താ അറിയാന്ന്? സിദ്ധു പറയട്ടെ എന്ന്. നിനക്ക് വല്ലതും അറിയോ? നിനക്ക് അറിയണോ? സിദ്ധു, നിന്നോട് ഞാൻ ശബ്ദിക്കരുതെന്ന് പറഞ്ഞേ. എനിക്ക് പറയണവളോട്. നീ എന്താ പറയാൻ പോണേ? നീ എന്താ പറയാൻ പോകുന്നതെന്ന് നിനക്ക് എന്തറിയാം? ഒരു കുന്തും അറിയില്ല. ഇത് മാനസ്യ, നിന്റെ ഭാര്യ. ഇവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഒക്കെ ശരിയല്ലേ? ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ചല്ലോ നിന്നെ, അല്ലടാ? ഹരിയേട്ടാ, ആ കുഞ്ഞ് വേണ്ട. അതെ, മൈന പ്രസവിച്ചത് എന്റെ കുഞ്ഞിനെയാ. ഒരു അക്ഷരം മിണ്ടരുത് നീ. സോറി മോളെ, ഏട്ടനി ഇത് ആവർത്തിക്കില്ല. സിദ്ധു ഒരു പാവ. നീ ഇനി ഓരോന്ന് പറഞ്ഞ് ഇവനെ വിഷമിപ്പിക്കണ്ട. സോറി. ഇങ്ങനെ തുടർന്ന ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ ഹരി? എവിടെന്നാ ഈ കോലത്തിൽ അവനെ കിട്ടിയത്? പെരുവഴിന്നാ. കുടിച്ച് സ്വബോധം നശിച്ച് നാട്ടുകാരെ തെരുവിളിച്ച്. ഈ ചെറുക്കനത് എന്ത് ഭാവിച്ച? എത്ര നല്ല സ്വഭാവമായിരുന്നു അവന്റെ. ആളുകൾക്ക് ഇത്രയ്ക്ക് എങ്ങനെ അങ്ങ് മാറാൻ പറ്റുമോ? അവൻ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ മൈനെ? സിദ്ധാർത്ഥൻ തന്നെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിക്കുന്നതിന് ഹരി എന്തിനാ ഓരോരുത്തരെ കുറ്റപ്പെടുത്തുന്നേ? സാരമില്ല, അവൾക്കൊന്നും അറിയില്ലല്ലോ. അറിയാതെ പറയുന്നല്ലേ. നമുക്കത് ക്ഷമിക്കാം.
നിനക്കറിയില്ലേ ഗൗരി, അപമാനിക്കപ്പെടുന്നതിന്റെയും കുറ്റപ്പെടുത്തലുകളുടെയും അവസാനത്തെ വാക്കും ചൂടും അനുഭവിച്ചറിഞ്ഞവനായി ഞാൻ. 7 മനുഷ്യജന്മം അനുഭവിക്കേണ്ട ഹൃദയവേദന ഈ ഒരൊറ്റ ജന്മത്തിൽ അടുത്തറിഞ്ഞവനാ. ഇനിയും കാത്തുകിടക്കുക എനിക്ക് വേണ്ടി. മൈനയുടെ കുഞ്ഞിനെ കണ്ടെത്തുന്ന നിമിഷം വരെ എന്റെ മനസ്സിനെ കീറിമുറിക്കാൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നുണ്ട് പലയിടങ്ങളിലും. അത് ഞാൻ അറിയുന്നുണ്ട്. അനുഭവിക്കാം. മറുത്തൊരു വാക്ക് പോലും പറയാതെ ഞാൻ വീണ്ടും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എനിക്കായി വെച്ചിരിക്കുന്ന ശിക്ഷകൾ ഏറ്റുവാങ്ങാം. അല്ലാതെ എന്ത് ചെയ്യാനാ, അല്ലേ? വിഷമം തോന്നുന്നുണ്ടോ ഹരിക്ക്? മടുപ്പ് തോന്നുന്നുണ്ടോ? എന്തിന്? ഞാനെന്ന മനുഷ്യന് ഇതൊക്കെ എന്നേ ശീലമായി. മരവിച്ചിരിക്കുക ഗൗരി എന്റെ ഹൃദയം. ഇനി എത്ര കുത്തിയാലും വേദനിക്കില്ല എനിക്ക്. മണിച്ചിട്ടേ, എന്തിനാ മണിച്ചിട്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന? ഏ അപ്പൂസിന് തോന്നിയതാ. അല്ല, ഞാൻ കണ്ടതാ. എന്താ മണിച്ചിട്ടേ? ഒന്നുമില്ലടാ. സിദ്ധു അങ്കിളിനെ കാണഞ്ഞിട്ടാണോ? അയ്യേ, അതിനാ കരയണ. സിദ്ധു അങ്കിള് വലിയ കുട്ടിയല്ലേ, എവിടെയെങ്കിലും പോയതാവും. വേഗം വരും. കരണ്ട കേട്ടോ. അതെ, ഞാനൊരു കൂട്ടം അറിഞ്ഞു. മണിച്ചിട്ട് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്താ ഞാൻ പറയാം. ഭയങ്കര രഹസ്യ. എന്താ? സത്യം എന്നാലേ ഞാൻ പറയൂ. സത്യം. പപ്പ പറയണത് കേട്ടതാ. മണിച്ചിട്ടിക്ക് അറിയോ, നമ്മുടെ മൈനച്ചിറ്റേരെ വാവെ ആരോ എടുത്തോണ്ട് പോയെന്ന്. കാണാനില്ലെന്ന്. എന്താ എന്താ മോള് പറഞ്ഞേ? സത്യ, അപ്പമോള് കേട്ടതാ. മണിച്ചിട്ട് ആ വാവ ഇപ്പൊ എവിടെ ആയിരിക്കും? പാവല്ലേ. ഒന്ന് നിന്നേ. എവിടേക്കാ എത്ര ധൃതി വെച്ച്? അത് ഓഫീസിലേക്കാണ് ഈ പോക്കെന്ന് പറയാനാണെങ്കിൽ വേണ്ട. കുഞ്ഞു നഷ്ടപ്പെട്ട ഈ അനിയത്തിക്ക് ഭ്രാന്ത് വന്നാലോ? ആ ഭ്രാന്ത് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മോശമാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ വിളിച്ചേ? ബുദ്ധിമുട്ടായോ സാറിന്? മോളെ, നീ കാര്യം പറയൂ. എന്റെ സിദ്ധു എവിടെ? സിദ്ധു ഇതുവരെ വന്നിട്ടില്ല.
നിങ്ങൾക്കറിയാം സിദ്ധു എവിടെയുണ്ടെന്ന്. പറയൂ, സിദ്ധു എവിടെ? എനിക്കറിയില്ല. കള്ളം പറയണ്ട. നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടിയതിന്റെയാ സിദ്ധു ഈ കാണിച്ചു കൂട്ടി നോക്കേ. അത് പ്ലീസ്, നിങ്ങളെ പോലെ ആക്കില്ല എന്റെ സിദ്ധുവിനെ. എവിടെയാ എന്റെ സിദ്ധു? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ സിദ്ധുവിനെ തിരക്കി പോവായിരുന്നു. ഇത്ര സുഖമായിട്ട് കിടന്ന് ഉറങ്ങില്ലായിരുന്നു. എന്തിനാ മനസ്സ് വെറുതെ നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഈ ഞാൻ നിന്നോട് ചെയ്തേ? മറന്നുപോയോ നിങ്ങള്? അല്ല, മറന്നുപോയതായിട്ട് അഭിനയിക്കുക നിങ്ങള്. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാൻ ഞാൻ. പറയണോ? ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയണോ ഞാൻ? മോളെ, ഞാൻ കഴിഞ്ഞു പോയതിന്റെയും നിങ്ങളിപ്പോ മൈനയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്നതിന്റെയും വിഴിപ്പലക്കാൻ വന്നതല്ല ഞാൻ. എന്റെ സിദ്ധുവിനെ എനിക്ക് കാണണം. സിദ്ധു എവിടെ പോയതാണെന്ന് എനിക്ക് അറിയണം. അല്ലോ, എനിക്കറിയില്ല. അവനെ ഞാൻ കണ്ടില്ല. കള്ളം പറയാ നിങ്ങള്. എന്റെ സിദ്ധുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ സിദ്ധുവിന് പറ്റിയത്? സിദ്ധുവിനെ എവിടെയാ നിങ്ങൾ കൊണ്ട് തള്ളിയത്?